ഇത്തരം സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങൾ എൻ്റെ ശരിയും എൻ്റെ യുക്തിയുമല്ല. അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചായിരിക്കും. അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ പിള്ളേരുടെ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞത് എനിക്ക് ഒരുപാട് കൂടുതൽ എനിക്കറിയാം. എൻ്റെ സമ്പാദ്യത്തിൽ തന്നെ ഇത്രയും കാര്യം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ഒളിച്ചോടി പോയില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഭാര്യ സർജറിയുമായി ഹോസ്പിറ്റലിൽ. അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറോസ് ഒരു 3D ഫിലിമാണ്. അതിൻ്റെ ഫൈനൽ ഫിക്സ് നടക്കുന്ന സമയമാണ്. വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് അവരൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചു. എന്തായാലും എൻ്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റി വെച്ചു. കഴിഞ്ഞ ഈ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കാരണം സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ട എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ടാകും. ഹിമ കമ്മിറ്റിയിൽ വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ പോയി സംസാരിച്ചാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഞാനൊരു ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ സിനിമ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമ അതിനെ പറ്റി എനിക്ക് പറയാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി. ആ ദിവസം സ്വാഗതം അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ. അതൊരു ഫാമിലി കുടുംബം കൂടെ 500 പേരുള്ള ഒരു ഫാമിലി. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 25-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആശ. പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ഭാഷയിൽ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷൻ. ഞങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകൾ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയ അസോസിയേഷൻ. പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വിളിച്ചു. ഞാൻ ആദ്യം മുതൽ അനുസരിക്കുന്നതാണ്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാൻ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള വൈമുഖ്യം ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ. പക്ഷെ ഇപ്പം എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി, അല്ലെങ്കിൽ എല്ലാവരും മാറി? ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തം റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സിനിമയിലെ പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട്. എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതല്ല. വ്യക്തികളുണ്ടാകാം, അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എല്ലാവർക്കും പറഞ്ഞ് സംസാരിക്കാൻ രീതിയായി എല്ലാത്തിനും നമ്മളല്ലല്ലോ. ഒരു സംഭവം നടന്നാൽ അത് അമ്മ എന്ന് പറയുന്ന സംഘടന. അപ്പം അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ എൻ്റെ കൂടെ ഉള്ള ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ്, അതിൻ്റെ സിനിമയിലെ അനുഭൂത ആൾക്കാരുമായിട്ട് എൻ്റെ ബാക്കി എല്ലാവരുമായി സംസാരിച്ചിട്ടുള്ള തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് മാറുന്നില്ല. എന്നിട്ട് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല. ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണ്, ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനാണ്, ഞങ്ങൾക്ക് വീട് പണി, ചില കാര്യങ്ങൾ വഴിവെക്കാനാണ്. അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ അതെല്ലാം നിർത്തി വെച്ചുകൊണ്ടല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായി ഈ സംഘടനയിൽ ഇപ്പോൾ ആൾക്കാർ പ്രവർത്തിക്കുകയാണ്. അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല. പക്ഷേ നമുക്കൊരു എന്താണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ആഘോഷിക്കും.
എല്ലാവരോടും ചോദിച്ചു അവരുടെ വിവാദം വായിച്ചു കാണിച്ചു. അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? മലയാള സിനിമ പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രി തകർന്നു പോകുന്നത് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് രാശിക്ക് ഒരു തരത്തിലുള്ള സൗകര്യം, ആ സൗകര്യങ്ങൾക്ക് പിന്നെ മലയാളം വിദ്യാഭ്യാസ ചെറിയൊരു സ്ഥലമാണ് കേരളം. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു, വളരെ പറയാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഭാഷകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മാത്രം. അപ്പോൾ ദയവ് ചെയ്ത് ഫോക്കസ് ലെവലിലേക്ക് മാത്രമാണ് ഈ സിനിമ ഇൻഡസ്ട്രി തകർക്കരുത്. കാരണം എല്ലായിടത്തും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവരെ നിയമിച്ചൊരു കമ്മിറ്റിയുണ്ട്, സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോലീസുണ്ട്, ഇതിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്, അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ നടക്കുന്ന വിഷയമാണ്. അതിൽ ആദ്യമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് എൻ്റെ എന്ന് പറയാൻ ഒരു അവസരം ഞാൻ പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ദയവ് ചെയ്തു നിങ്ങൾ ആരോഗ്യത്തിൽ എത്രയോ 10,000 ജോലിക്കാരുള്ള അത് മുന്നോട്ട് ചലിക്കണം. അല്ലെങ്കിൽ ഇത് വളരെ നിശ്ചയമായി ഒരുപാട് ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് പെൻഷൻ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളാണ് അവരുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ശരീരം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനെന്നല്ല ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ പ്രസിഡന്റായിരുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ നമുക്ക് ഒരുപാട് പേര് പറയുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയല്ല. അവർ വരുന്നത് ഒരു ഇലക്ഷൻ വയ്ക്കാം, അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. ഈ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം. അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങളെ കാട്ടി മുന്നോട്ട് നയിക്കാം. ഇതിൽ തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടോ മാത്രം വിപരീതം മനസ്സിലാക്കുക. ഇവിടെ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് അൺനെസസറിയായി. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം. എന്താണ് അതിലോട്ടുള്ള കാരണം? നിയമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസാണ്. മറ്റ് ഭാഷകളിൽ നിന്നല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നല്ല തീരുമാനമായിട്ടാണ് നിയമ കമ്മിറ്റി. അപ്പോൾ അത് വരട്ടെ, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ ഇത്തരം കാര്യങ്ങളെക്കാൾ എങ്ങനെയാണ് ഒരു നല്ല ഇൻഡസ്ട്രിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ്. ഞങ്ങളിപ്പം ഒരു അസോസിയേഷനോട് ചേർന്ന് ഞങ്ങൾ ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാട്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ കാർഗിൽ പ്രളയത്തിൻ്റെ അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ. അപ്പം ഇത് വലിയ ഇൻഡസ്ട്രിയാണ്, വളരെ കഷ്ടപ്പെട്ട ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അതിനെ അറിയിച്ചു എന്ന് പറയുന്നത് മാത്രം അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ കുറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇതിൽ അസോസിയേഷനായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അപ്പം എല്ലാവരും തമ്മിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കാം. അല്ലെങ്കിൽ മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ്. കാര്യം ഒരാൾ മാത്രം ആഘോഷിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ആഘോഷിക്കപ്പെടുക. ഒരുപാട് സംഘടനകളുള്ള വലിയ ബൃഹത്തായ ഇൻഡസ്ട്രികൾ നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മൾ നിങ്ങളും ഒരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത്. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ, കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറി. ഇത് എല്ലാ മേഖലയിലും വരണമെന്നാണ് ഞാൻ കാണുന്നത്. ഇത് സിനിമയിൽ മാത്രമല്ല, എല്ലാ ഇതുപോലുള്ള കമ്മിറ്റി ഒരു പഠനം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ പഠിക്കുകയും കമ്മിറ്റിയുടെ പഠിക്കാൻ വിഷയമാണ്. അതിന് ഏറ്റവും സ്വാഗതാർഹം എല്ലാവർക്കും കറക്റ്റായിട്ട് റൈറ്റ് ആയിട്ടുള്ള
സിനിമ കിട്ടുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ ദൈവത്തിനെ മാറ്റണമെന്ന് ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പ്രോപ്പറായ തെളിവുകൾ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തിട്ടുള്ള ആൾക്ക് ശിക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ ആർക്കും എൻ്റെ അഭിപ്രായം പറയാൻ താല്പര്യം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ഈ ഒരു ക്രൈസിസിന് നമുക്കിപ്പോൾ ഇതിനു മുമ്പ് എന്താണ് വളരെ ഇന്ത്യ കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ്. അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. പ്രളയം അതൊക്കെ അതിജീവിച്ചു. നിരവരാധിയായ ഒരുപാട് പേര് അതിജീവിച്ചു. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിത് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്ന പോലെ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി വളരെ പാവപ്പെട്ട ആൾക്കാർ പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ഉണ്ടാകണം. കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ്. അവരാണ് നമുക്ക് ആൾക്കാർ. അപ്പോൾ അവരവരുടെ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക സെന്റിമെന്റലാണ്, പെട്ടെന്ന് എക്സൈറ്റഡ് ആയിരുന്ന ആൾക്കാർ. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അത് കടന്നു പോകുന്ന ആൾക്കാർ. അവരെ കടത്താതെ നേവി ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അധികം സങ്കടമാണ്. ആരും സംസാരിച്ചില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അവരുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 47 വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണ്. സൗത്ത് ഇന്ത്യൻ പ്രൊഡക്ഷന്, നോർത്ത് ഇന്ത്യൻ മുഴുവൻ അല്ലെങ്കിൽ പാൻ ഇന്ത്യ ഇന്റർനാഷണൽ അതിലൊക്കെ ഒരുപാട് സിനിമകൾ ഇത് വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസായി ഈ വ്യവസായം തകർന്നു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളും ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കും. കേരള പോലീസിനെ നോക്കട്ടെ, ഞാനാണോ? പ്ലീസ് ദയവ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം. തീർച്ചയായും ഞാനാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും വേണ്ടേ. അതിനെന്താ അത് കോടതിയിലിരിക്കുന്ന കാര്യമല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറയാം. അതിനല്ലേ വേണ്ടത്? ഞാൻ അതല്ലേ പറഞ്ഞത്. എന്താ ആരോപണ വിധേയ പ്രതികൾ അവർക്കൊപ്പം അഭിനയിക്കുന്ന സഹപ്രവർത്തകർ അവർക്കിത് നടപടി രാജിവെച്ചതിന് പകരം അവരെ മാറ്റി നിർത്തി ഒരുമിച്ച് കൊണ്ടുപോയി അങ്ങനെയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരുടെ എന്താണെന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഇതിന് കൃത്യ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. സിനിമയിൽ മാത്രമല്ല, അതിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് അല്ലാതെ സംഭവിച്ചു പോയി. അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക്. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി? അത് തെറ്റാണ്. സംസാരിച്ചു എന്താ പറയാ? ഞാൻ പറഞ്ഞ ഇത് തന്നെ നിങ്ങൾ ചോദിച്ചു ഞാൻ എന്താ പറയണ്ട? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്. അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ? അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാവരും കൂടെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതാണ് ഞാൻ
സിനിമാ മേഖല ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമില്ലേ? അതെ, ഇതെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം. നിങ്ങളെ കൂടെ ചേർന്ന് എന്നെ സഹായിക്കൂ. ആരോപിതർ അല്ലെങ്കിൽ അതിജീവിതമാർ പല ഞാൻ എന്താ പറയുന്നത്? രാജി ഒളിച്ചോട്ടമാണ് എന്ന് പറയുന്നതിന് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഈ എത്രയോ പേര് എനിക്കറിയാം. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ തീർച്ചയായിട്ടും എന്താ സംഘടന അങ്ങനെയല്ലേ വേണ്ടത്. നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. ഇത് ഒരു സുപ്രഭാതത്തിൽ 10, 20, 30 അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം. അങ്ങനത്തെ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ എന്താ പറയാ, അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ സഹായിക്കും. അപ്പൊ ഞങ്ങൾ കാര്യം അതല്ലേ, ഒരു ശുദ്ധീകരണത്തിന്, ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല. ആണ് സഹകരിക്കും. ഇപ്പൊ ഈ WCC അമ്മാനൊക്കെ ഉള്ള വിഷയം വിടും. മലയാള സിനിമയെ പറ്റി സംസാരിക്കും. അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യും. പുതിയൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം. അതിനെന്താ കുഴപ്പം? നമുക്ക് ആരോടും ഒരാളോടും ഒരു ഇതിലില്ല. ഇതിൽ അഭിനയിക്കുന്നത് വിലക്കുകൾ. ഇത് ഈ അമ്മ മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ. അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കും. അവരുടെ എല്ലാ റിപ്പോർട്ടുകൾ എടുക്കും. അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കും. അല്ല, അങ്ങനെ റിപ്പോർട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല. ഇത് എവിടെയാണ്? സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യും? നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്ത വലിയൊരു ഇൻഡസ്ട്രിയിലെ കൺസേൺ 21 യൂണിയനുകളുണ്ട്. അറിയിക്കട്ടെ. ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മ എന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണ്? എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? 2 മാസം അതിനുള്ളിൽ നമുക്കിതറിയാം. അപ്പൊ നിങ്ങൾ സഹകരിക്കും പ്ലീസ്. ബേബി ജോൺ സാറിന്റെ ഞാൻ അതിലേക്ക് എനിക്ക് ബേബി ജോൺ സാറിന് ബേബി ജോൺ സാറിന്റെ അനുസ്മരണത്തിന് പോകേണ്ടതാണ്. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാനിങ്ങനെയാണ് കാണുന്നത് റിപ്പോർട്ട്. എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചു. കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ല, എന്നുള്ള അറിവാണ് എനിക്ക്. പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയട്ടെ. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ശ്രമിക്കുക. ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, താങ്ക് യു.